സ്റ്റേജിന്റെ ഭാഗത്തേക്ക് വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഏവരും കാത്തിരുന്ന കിഴക്കയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ 2025 എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. മേരി ക്രിസ്മസ്. സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഞാൻ ജസ്മി. നമ്മൾ അങ്ങനെ ഓഫീഷ്യലി വെൽക്കം ചെയ്യുകയാണ് എല്ലാവരെയും ടു കിഴക്കയിൽ 2025 ക്രിസ്മസ് സെലിബ്രേഷൻ. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യമായി വലിയ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. നമ്മുടെ ഇടയിൽ സ്വർഗത്തിൽ നിന്നും മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ഇന്ന് 2005 വാർഷികം തമ്പുരാൻ്റെ ആ ജന്മദിനം ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഈ ഭവനാങ്കണത്തിൽ ഒരുമിച്ച് കൂടി ആഘോഷിപ്പാൻ. ഒരു വെൽക്കം സ്പീച്ചിന് ഇത്രയും എൻകറേജ്മെന്റ് വേണ്ട, ഞാൻ അത് എന്റർടൈൻ ചെയ്യും. ഓക്കെ, നമ്മുടെ കിഴക്കയിൽ ഫാമിലിയിലെ ഇങ്ങനെ വർഷം തോറും ഉള്ള ആഘോഷം അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഏവർക്കും സന്തോഷപ്രദമായ ഒന്നാണ്. അപ്പോൾ നമ്മുടെ കിഴക്കയിൽ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മളൊരു വലിയ ഫാമിലിയാണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ബനിയൻ ട്രീ. ആ ബനിയൻ ട്രീയുടെ ഒരു സിംബോളിക്കാണ് നമ്മൾ ആൽമരം എന്നുകൂടെ നമ്മൾ എല്ലാവരും ആ വലിയ ആൽമരത്തിൻ്റെ തണലിൽ, വലിയ ആൽമരം എന്ന് പറയുമ്പോൾ നമ്മുടെ പപ്പ ഡേവിഡ് ഫഗാഡ് ആൻഡ് കമല ഫഗാഡ് അമ്മ, അവരുടെ ആ തണലാണ് ഏറ്റവും വലിയ തണലായിട്ട്. അവരില്ലെങ്കിൽ നമ്മളാരുമില്ലല്ലോ. അത് എല്ലാവർക്കും ഉള്ളതാണ്. പാരൻസ് ഇല്ലെങ്കിൽ നമ്മളാരുമില്ല. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ഒരു ക്രിസ്മസ് മെമ്മറീസ് വെച്ച് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഓർമ്മയിലെ ക്രിസ്മസ്. അതെ. അപ്പം ആദ്യമായിട്ട് നമുക്ക് പുഷ്പാന്റിയെ ഈ ഒരു കാര്യത്തിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പുഷ്പാന്റിയുടെ ഓർമ്മയിലെ ക്രിസ്മസ് മെമ്മറീസ്. രസകരമായ ക്രിസ്മസ് മെമ്മറീസ്. രസകം അത്ര രസമല്ലാത്ത മെമ്മറീസ്. രസമുള്ള മെമ്മറി മതി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, സഹോദരി സഹോദരന്മാരെ, അവരുടെ ചെറുമക്കൾ, വലിയ മക്കൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതുകൊണ്ട് വേദിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. പടക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെടിമരുന്ന്, പിന്നെ പനിയോല, ഇതെല്ലാം നേരത്തെ ഉണക്കി നന്നായിട്ട് ഇവിടെ വെച്ചാണ് നമ്മളെല്ലാം പടക്കം കിട്ടുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഞങ്ങളെല്ലാം കമ്പം പുല്ല് മുറിക്കാൻ പോകുക.
അതിനുമുമ്പ് ഒരുപാട് മണ്ണുണ്ട്. അത് ഉണക്കി അപ്പോഴതിൻ്റെ ഇടയിൽ വെടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ നല്ലൊരു ആഘോഷമായിരുന്നു ക്രിസ്മസിന്. പിന്നെ ഗെയിംസിലേക്കല്ലേ അടുത്ത് നമ്മൾ പോകുന്നത്? സജിയുടെ ഏതെങ്കിലും ഗെയിംസ് ആയാലും ആഷ്മി രഞ്ജന ജോൺസനെ ഒരു ആഷ്മിയില്ലാതെ എന്താ ആഘോഷം? എന്നെ പൊക്കി പറയാൻ എനിക്ക് ഇഷ്ടമല്ല അറിയാമോ? ഏറ്റവും മൂത്തതായി നമ്മുടെ അടുത്തിരിക്കുന്നത് ആരാണ്? അതെ, നമ്മുടെ സ്വന്തം ലിജിയാണ്. പങ്കുവയ്ക്കാനായി ലിജിയുടെ നമ്മുടെ സ്വന്തം ലിജിയാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇതിൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എഫക്റ്റീവാണ്. ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴാണ് പെട്ടെന്ന് തലേദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിന് മുമ്പുള്ള ആ ഒരു തുടങ്ങുന്നത്. നേരത്തേക്കാണെങ്കിൽ ഒരു മാസം മുമ്പേ അതിൻ്റെ ഈ പുല്ലൊക്കെ കളക്ട് ചെയ്ത് ഞാനൊക്കെ ചെയ്തിരുന്ന മൊത്തയുമായിട്ട് നേരിട്ട് ചെയ്തിരുന്നത് ഈ നമ്മുടെ കുതിരപ്പുല്ല് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനെ വെട്ടി നമ്മുടെ വെയ്യാലയിലൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ വെട്ടിയിട്ട് ഉണങ്ങി അതിനെ പിന്നെ കെട്ടി പുൽക്കൂടിൻ്റെ പിന്നെ ഒരു മോഡല് തൊഴുത്തിൻ്റെ മോഡൽ ചെയ്തതിന് ശേഷം അതിൽ വെച്ച് പിന്നെ ഇങ്ങനെ കെട്ടുന്ന ഒരു മോഡലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡാണ്. അതിൻ്റെ ഫ്രെയിമെല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു എല്ലാം ആ ഒരു ഇതിലാണ്. ഇപ്പോഴത്തെ പുൽക്കൂടിനും അല്ലെങ്കിൽ ഒരു ക്രിസ്മസിന് ഒരു പ്രത്യേക തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമില്ല. എല്ലാം പോയി റെഡിമെയ്ഡ് വാങ്ങുക, അതിൻ്റെ ആയാലും ശരി തന്നെയാണ് വാങ്ങിക്കൊണ്ട് വരുന്നു ചെയ്യുന്നത്. പിന്നെ പണ്ട് അപേക്ഷിച്ച് നമുക്കിപ്പോൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഇപ്പോഴത്തെ ഒരു ഇതിൽ കൂടുതലാണ്. പണ്ട് നമ്മൾ തന്നെയാണ് ഈ കളർ ബൾബ് എടുത്തിട്ട് അതിൻ്റെ കളർ പേപ്പർ വാങ്ങിച്ചിട്ട് കവർ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണമായാലും ക്രിസ്മസ് ആയാലും ശരി തന്നെയാണ് നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് നേരത്തെയൊക്കെയാണ്. ഇപ്പോൾ അന്നത്തെ ആ ഒരു ഇന്ന് ഒരു സമയത്ത് ഒരു മണിക്കൂറിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ 2 മണിക്കൂറിന് മുമ്പായിട്ടോ വരുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു, അങ്ങ് പോകുന്നു. അങ്ങനെ ഒരു ട്രെൻഡിലോട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ശരിക്കും നമുക്ക് ആ ഒരു സമയത്ത് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പരസ്പരം സംസാരിക്കുവാനായാലും ഉള്ള ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. മുൻകാല ക്രിസ്മസ് ആയാലും ശരിയാണ്, പിന്നെ ഓണമായിരുന്നാലും ശരിയാണ്. ഇവൻ ഒരു കല്യാണം ആയാൽ പോലും പണ്ട് കല്യാണം ശീലാനിയുടെയും പത്മാനിയുടെ കല്യാണത്തിലൊക്കെ നമ്മളോട് പുര കെട്ടി കംപ്ലീറ്റ് മറയ്ക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ ഇങ്ങനെ സൈഡൊക്കെ കവർ ചെയ്ത് പുരയൊക്കെ കെട്ടി വയ്ക്കും. ഞാൻ ടോണി ബോൾ ഇവരൊക്കെ നമ്മൾ ഭയങ്കര പന്ത് കളിയാണ്. പന്ത് കളി അതുപോലെ ക്രിക്കറ്റ് കളി ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പന്തടിച്ച് ഈ ഓലയുടെ ഇടയിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. അതായത് ഈ ഓലയെ പൊപ്പിച്ചോണ്ട് ബോൾ അപ്പുറത്തോ പോകണം. അതാണ് നമ്മുടെ അന്നത്തെ ഒരു കുഞ്ഞ് കൺസെപ്റ്റ്. അങ്ങനെയുള്ള ഒത്തിരി അതങ്ങ് പറഞ്ഞാ പോരെ. അങ്ങനെ ആ ഒരു അതൊക്കെ ഒരു കുഞ്ഞുനാളിലെ ഒരു ഊഞ്ഞാല് കെട്ടി ആടുക എന്നുള്ളത് എങ്ങനെ അടി വാങ്ങിക്കാം. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, ഓടി ചെന്ന് ഇടി, അങ്ങനെ പിന്നെ എന്നിട്ടാണ് ഇപ്പൊ ഞങ്ങളെ കുറ്റം പറയണേ. അങ്ങനെ ഒരു മധുരമായ ഒരു മെമ്മറീസ് ആണ് തിരിഞ്ഞു നോക്കുമ്പോൾ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പരസ്പരം ലിമിറ്റേഷൻ ആ ഒരു എല്ലാം ഫോണിൽ കൂടെയുള്ള ഒരു വിഷിംഗ് ആയാലും ശരി, എൻ്റെ ഫോണിൽ മൊബൈൽ എടുക്കുന്നു, വാട്സാപ്പിൽ ഹായ് സംഭവം തീരുന്നു. അങ്ങനെ ഈ ഫാമിലി ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് പൊന്നങ്ങളും കുഞ്ഞുങ്ങളും ആണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ലെന്ന് തന്നെ പറയും. അവരുടെ ഒരു മനോഭാവമാണ് നമ്മളിങ്ങനെ അത് കിട്ടട്ടെ. എന്ത് തന്നെ ആയിക്കോട്ടെ, ന്യൂസ് ആയാലും ഡയറ്റ് ആയാലും അവർക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു അത് ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്ന സമയത്തായാലും ആ ഒരു മൈൻഡ് അവർക്കുണ്ട്. ആ ഒരു മനോഭാവം തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേരായ ലാഷ്മി, പിന്നെ അതിന് പിന്നെ ജസ്മി, എല്ലാവർക്കും ജോമി, സച്ചിൻ ചേട്ടൻ, അവർക്കെല്ലാം സച്ചിൻ ചേട്ടൻ, എനിക്ക് ഭയങ്കര കെവിൻ ഇതാണ്, സന്തോഷം തോന്നുന്നുണ്ട്. കാരണം പണ്ട് നമ്മുടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി കുഞ്ഞുങ്ങളും ഒരു എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു രീതിയിലുള്ള ഒരു എഫർട്ടാണ് ഇപ്പോഴും അവരും എല്ലാ കാര്യങ്ങളിലും അത് ഓണം
വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അവർക്ക് ബിഗ് താങ്ക്സ്. ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ പൊന്നോമന പുത്രി ദേ നമ്മുടെ സ്റ്റേജിലേക്ക് ദേ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പൊന്നോമന പുത്രി. ഹലോ, ഒന്നും പറയാനില്ല. ഒരു ഓർമ്മ പറ, ഒരു ക്രിസ്മസ് ഓർമ്മ പറ, നല്ലൊരു ക്രിസ്മസ് ഓർമ്മ. ഓർമ്മ കുറവ് ഇപ്പോഴല്ലേ, പണ്ടത്തെ ഓർമ്മ പറഞ്ഞാൽ മതി, അത് കുറവില്ലല്ലോ. എനിക്ക് പണ്ടത്തെ കാലം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയത്. ക്രിസ്മസാ എല്ലാം മൊത്തത്തിൽ. അതുകൊണ്ട് ചേച്ചി പറയണം. എന്നാലും എന്തെങ്കിലും ഇന്നത്തെ ക്രിസ്മസ് പഴയ അമ്മ എന്റെ പപ്പ ഈ വീട് മൊത്തം അടിച്ചോണ്ട് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. അടിച്ചോണ്ട് പോയെന്നാ? ഓ, അടി കിട്ടി. ഓക്കെ, വള്ളി ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. എന്തില്ല? പറഞ്ഞ അപ്പില്ല. ഓ മൈ ഗോഡ്, ഇത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇടും. അത് മാത്രമേ ഇപ്പോഴത് ഓർമ്മയുള്ളൂ. വല്ലാത്ത ഓർമ്മയായിപ്പോയി. ഒരു പേര് കൂടി ഉണ്ടത്, രാജകുമാരി. അതൊക്കെ മേലെ രാജമാതായ. ഇങ്ങനെയാണ് ആ പേര് അങ്ങനെ ആയത് എന്ന് പറയും. യെസ്, നമ്മള് ഞാൻ ഫ്രൂട്ടി അങ്കിളിനെ എന്തുകൊണ്ട് ഫ്രൂട്ടി അങ്കിൾ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കും ആസ്മയ്ക്കും എക്സ്പെഷ്യലി കുഞ്ഞിലെ മുതലേ എപ്പോ കണ്ടാലും ഫ്രൂട്ടി വായിച്ചു തരുമായിരുന്നു. സോ അങ്ങനെ ഞാൻ ഫ്രൂട്ടി ഇട്ടുന്ന അങ്കിൾ എന്നായി. ഇപ്പോഴും ഫ്രൂട്ടി അങ്കിൾ തന്നെയാണ്. അങ്കിൾ പ്ലീസ്. ഇപ്പോഴും തുടർന്നാൽ നമുക്ക് വീണ്ടും അപ്പോഴേ ഞങ്ങൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് കിട്ടത്തില്ല. പാട്ട് പാടാല്ല, മെമ്മറി പറയാൻ. അണ്ണൻ ഓർമ്മയുള്ളൂ ഏതെങ്കിലും നല്ലൊരു ക്രിസ്മസ് ഓർമ്മ? എന്നെ കൊണ്ട് നടന്നത്, എന്നെ കളിപ്പിച്ചൊക്കെ പറഞ്ഞു. പറ, ഓർമ്മ ഒന്നില്ലേ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. പണ്ടത്തെ ക്രിസ്മസ് ഇവിടെ വളരെ ആഘോഷപരമായ ക്രിസ്മസ് ആണ്. എല്ലാവരും ഒത്തുകൂടി സോറി. ഇല്ല, ഞാൻ ചിരിപ്പിക്കും. ഞാനാ പറ, കുഞ്ഞാളുടെ വയറ് സ്ക്രീനിൽ പറഞ്ഞു, കുറച്ച് ബാക്കി നിൽക്കൂ. കൊച്ചന്റെ പ്ലീസ് നമ്മളുമായിട്ട് പണ്ട് നമ്മളുമായിട്ട് ഒരുമിച്ചുള്ള പല പല ക്രിസ്മസ് മെമ്മറീസ് ഷെയർ ചെയ്ത് നമ്മൾ പേരിക്ക മരത്തിൽ കയറി തൂങ്ങി എന്തെല്ലാം കാര്യങ്ങൾ എന്നെ കൊണ്ടാണെന്ന് എന്നെ കമ്പത്തിരി പിടിപ്പിച്ച ഞാൻ മെമ്മറീസ് വന്നായിരുന്നു. ഇത് നമ്മളൊരു സച്ചിൻ ചേട്ടൻ നമ്മൾ കളിച്ചതും അങ്ങനെ പല പല കാര്യങ്ങളും. അതെ, പണ്ട് നമ്മള് രാവിലെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മളിവിടെ ലഞ്ച് എന്ന് പറയുന്നത് 2-3 മണിയൊക്കെ ആവും. പിന്നെ നമ്മൾ ഇവിടെ ഫുൾ ഇവിടെ ഇതുപോലെയല്ല, ഫുൾ മരങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അതെ അതെ. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നിഷ്കളങ്കനായ ഒരു മനുഷ്യരാണ് കൊച്ചമ്മൻ. എങ്ങനെ പക്ഷെ ലാസ്റ്റ് പിടിക്കും. അല്ല, അത് റിച്ചു പറയും. റിച്ചു മക്കളിങ്ങി വാ. നിന്റെ പപ്പ നിഷ്കളങ്കനാണോ? നിന്റെ പപ്പ നിഷ്കളങ്കനാണോ? അതേന്ന് പിള്ളേരെ കള്ളം പറയാൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞു മമ്മി പറ. മമ്മ പറ.
ചെയ്തത്? മമ്മിയല്ല ഇപ്പൊ പപ്പയെ കോപ്പി ചെയ്തത്. ഞാൻ രാവിലെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് 1993. അതെന്തായാലും ഉണ്ട്, അത് പറഞ്ഞുതരാം. അതെന്തായാലും പറഞ്ഞു നന്നായി. അതായത് ആദ്യത്തെ ക്രിസ്മസിന് വന്ന അന്ന് തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ October 21 ആണ് മാരേജ് ഡേ. അന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ തട്ടിന്റെ മേളില് മറ്റെന്തായിരുന്നു എന്റെ പേര് പറയും, പെരിച്ചായി, ഈരാമ്പെച്ചി, മരപ്പെട്ടി, പ്രേതം, വൈൻ വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ വൈനാണ്. എന്താണ് മറ്റേ നെല്ലിക്കയും പിന്നെ എന്തൊക്കെയോ ചേർത്തിട്ടതാണ്. അതിന്റെ മെയിൻ ഇട്ട ആളുകള് ഷീലയും പൊന്നേട്ടനും കുഞ്ഞേട്ടനും. കൈയടിക്കണ്ട, എല്ലാം ആവട്ടെ, അവസാനം ഈ പിള്ളേര് കൈയടിക്കും. അത്ര ഭയങ്കര ഇവര് 3 പേരും ഇട്ടതാണ്. നീ ഇത്രയും നാള് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതാന്നൊക്കെ പറഞ്ഞു. ക്രിസ്മസ് ആയി ഒരു 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞു എടുത്ത് നമുക്ക് നോക്കാം. എടുത്ത് അങ്ങോട്ട് തുറന്നത് മറ്റേ ഭരണിയൊക്കെയാണ്. തുറന്നപ്പോൾ ഭയങ്കര എന്താ ജീവനുള്ള വൈൻ, അതിനകത്ത് ഭയങ്കര അനക്കം. കവർ അങ്ങോട്ട് മാറ്റിയപ്പോൾ കംപ്ലീറ്റ് പുഴു പിടിച്ചൊരു സാധനം. അതിന്റെ മെയിൻ ആള് പൊന്നാട്ടിനും കുഞ്ഞാട്ടിനും കൂടെ പറയുന്നത് ഷീലയാണ് അതിന്റെ ആളെന്ന്. ഷീല പറയുന്നുണ്ടായിരുന്നു ഇവരാണ് അതിന്റെ ആള്. ആരോ കൈയിട്ട് ഇളക്കിയതാണ് പ്രശ്നം. കമ്പിട്ട് ഇളക്കേണ്ടതിന് വരെ കൈയിട്ടാണ്. ഈ 2-3 അഴുത്ത കൈകളുടെ ഏതോ ആ കറുത്ത കൈകൾ ഏതാണെന്നുള്ള എനിക്ക് ഇപ്പോഴും എന്താ പറയാ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു, അതാണ് എന്റെ വെമ്മൻ. നമുക്ക് ഇന്ന് വെളിപ്പെടുത്താം. ദശമൂല അരിഷ്ടമായിരുന്നു. പക്ഷെ അത് ഏത് മൂലായിരുന്നു, ദശമായിരുന്നോ ഏകമായിരുന്നോ ദ്വീപായിരുന്നോ സ്ത്രീയായിരുന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. താങ്ക് യു. താങ്ക് യു ഫോർ വാല്യുബിൾ മെമ്മറീസ്. വല്ലാത്ത പൊന്നാങ്കളുടെ പാട്ടിന് ശേഷം ഇവർ ഇരട്ടകളായതുകൊണ്ട് ഇവർക്ക് ഒരുമിച്ച് നിന്ന് പാടാൻ പറ്റത്തുള്ളൂ. നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഇവരുടെ പാട്ടില്ലാതെ ഇല്ല. അപ്പൊ പൊന്നാങ്കളിനെയും പപ്പേനെയും നിങ്ങളുടെ പൊന്നുമോനെയും കുഞ്ഞുമോനെയും നമ്മുടെ ഇവരുടെയും പൊന്നുമോൻ ആൻഡ് കുഞ്ഞുമോൻ പ്ലീസ് കം ടു ദി സ്റ്റേജ്. നമുക്ക് വേണ്ടി ഇത്തവണ ഒരു പാട്ട് പാടും. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇവർ രണ്ടുപേരും ഒരേ വേഷത്തിലാണ് കാണുന്നത്, എന്താണെന്ന് അറിയില്ല. ഇന്ന് ഡിഫറെന്റ് ആയി. ഇന്ന് കോൺട്രാസ്റ്റ് മാച്ചാ. ഒരാൾ ലൈറ്റ് ബ്ലൂ, ഒരാൾ ഡാർക്ക് ബ്ലൂ. രാജ ദേവജാതൻ യേശുനാഥൻ ഗാൻ നീജ മനുഷ്യരിൽ ജാതനായി ഭവിച്ചെന്നാൾ. നീജ മനുഷ്യരിൽ ജാതനായി ഭവിച്ചെന്നാൾ. ഭാജനാം ദയാവീതുവംശ ജാതനായ കന്യാകയിൽ ദാസവേഷമോടു വന്നു വ്യാധിപാലനം ചെയ്യുവാൻ. ദാസവേഷമോടു വന്നു വ്യാധിപാലനം ചെയ്യാൻ. എല്ലാവരുടെയും മനോഹരമായ ഒരു പാട്ട് നമുക്ക് എനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു. ഇത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. അന്തിക്കു ഞങ്ങളക്കായലിനക്കരെ അമ്പലമുറ്റത്തു പോകും.
ഓക്കെ ഇതെനിക്ക് മനസ്സിലായില്ല. ഇത് ആരായിരുന്നു? 2, 3 സ്റ്റാർട്ട്. ഒടുക്കത്തെ പോരാട്ടം. ഓക്കെ ബ്ലൂ അത് അവസാനത്തെ ഒരു ഓട്ടം. ഓക്കെ അത് നമ്മൾ തോടപ്പാറിലേക്ക് പോകുന്നതായിരിക്കും. തൊട്ടു പുറകെ ജോക്കുട്ടനും ജോമോള്. അപ്പൊ കൊണ്ട് ശ്രമിച്ചു. ഇവരെല്ലാരും കൂടെ വന്നപ്പോ പേടിച്ചു. ഞങ്ങളുടെ ഏറ്റവും പ്രൗഡസ്റ്റ് മൊമെന്റ് ആണിത്. ലെമണേഡ് സ്പൂണിന്റെ ഫസ്റ്റ് പ്ലേസ് വിന്നർ ആയത് ടീം ബ്ലൂവിലെ മിസ്സസ് അനിത രജനി. കൈയടിക്കൂ പ്ലീസ്. സമ്മാനം കൊടുത്തത് നമ്മുടെ ബെറ്റ്മാൻ്റെയാണ്. സെക്കൻഡ് പ്ലേസും ടീം ബ്ലൂവില് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ടീം ബ്ലൂവിലെ ആരായിരുന്നു? ആ ശരിയാണല്ലോ. കുറച്ചുകൂടെ എനർജിയിൽ പറയാൻ ജിസ്മേ. ചേട്ടനാണ് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ഓൾസോ ഫ്രം ടീം ബ്ലൂ. Amazing performance. കളരി എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളതും എത്ര മീവഴക്കം എഫേർട്ട്, വർഷങ്ങളുടെ എഫേർട്ട്, ഇവരുടെ പ്രയത്നമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. തീർച്ചയായും നമ്മൾ അവർക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. They deserve 100%. കൈയടിക്കൂ പ്ലീസ്. ഷീലാൻഡി സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ കിച്ചു. അടുത്തത് ഷീലാൻഡി ഒരാൾക്കും കൂടെ കൊടുക്കണം. ക്ലാപ്പ്, കൈയടിക്കൂ പ്ലീസ്.
ഫസ്റ്റ് ലോട്ടും കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് വന്നിരിക്കുന്ന പൊന്നു. ഏത് നമ്പറാ? Okay, it's 34. 34. Number 34, please. Slot 30. Number 30. 30. Satchadiku, please. Kichuna. Okay, it's 15. Number 15. 15. Kichuna 15. Thank you, Pushpandi. പൊന്നുങ്ങൾ അകൾ ജോമി ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഗ്രൗണ്ടിലോട്ട് കൊളുത്തി. കൊളുത്തിയിട്ടുണ്ട്. ഇത് പൊട്ടുന്നല്ലേ, ഇത് പോകുന്നുള്ളൂ. Oh, this is nice. ഈ പപ്പ എന്തോ അറിയണം. എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ.